മടിക്ക് ഏച്ചിക്കാനത്തെ ക്രഷർ മാനേജറിൽ നിന്നും 10 ലക്ഷം രൂപ കൊള്ളയടിച്ച കേസിൽ റിമാൻഡിലായിരുന്ന പ്രതികളെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 2 ദിവസത്തേക്കാണ് ഹോസ്ദുർഗ് പോലീസിന് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയത്. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ബീഹാർ സ്വദേശികളായ ഇബ്രാൻ ആലം, മുഹമ്മദ് മാലിക്, മുഹമ്മദ് ഫറൂഖ്, അസാം സ്വദേശി ധനഞ്ജയ് ബോറ എന്നിവരെയാണ് ഹോസ്ദുർഗ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഹോസ്ദുർഗ് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. 3 ദിവസത്തേക്കാണ് അന്വേഷണ സംഘം പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ 2 ദിവസത്തെ കസ്റ്റഡി മാത്രമേ കോടതി അനുവദിച്ചുള്ളൂ. ഈ മാസം 5-നാണ് മടിക്കെ ഏച്ചിക്കാനത്തെ ജാസ് ഗ്രാനൈറ്റ് അഗ്രിഗേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ സ്റ്റോക്ക് യാർഡിന്റെ മാനേജറായ കോഴിക്കോട് മരുതോംകര സ്വദേശി പി രവീന്ദ്രൻ എന്ന 56-കാരനെ ആക്രമിച്ച് പ്രതികൾ 10,20,000 രൂപ കൊള്ളയടിച്ചത്. വൈകുന്നേരം ക്രഷർ പൂട്ടി കല്യാൺ റോഡിലെ താമസ സ്ഥലത്തേക്ക് പോകാനായി ഓട്ടോറിക്ഷ കാത്തു നിൽക്കുന്നതിനിടെ കാറിലെത്തിയ സംഘം തോക്ക് ചൂണ്ടി രവീന്ദ്രനെ ഭീഷണിപ്പെടുത്തുകയും ചവിട്ടി താഴെയിട്ട ശേഷം പണം കൈക്കലാക്കി കടന്നുകളയുകയുമായിരുന്നു. പ്രതികൾ കൃത്യത്തിനുപയോഗിച്ച കളിത്തോക്ക് സംഭവസ്ഥലത്തു നിന്നും പ്രതികൾ സഞ്ചരിച്ച റെന്റേ കാർ പിറ്റേ ദിവസം കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉപേക്ഷിച്ച നിലയിലും പോലീസ് കണ്ടെത്തി. ഇത് മുൻനിർത്തി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മംഗലാപുരം പോലീസാണ് പ്രതികളെ പിടികൂടി ഹോസ്ദുർഗ് പോലീസിന് കൈമാറിയത്. അതിനിടെ ബീഹാർ സ്വദേശികളായ പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുന്നതിനായി ബന്ധുക്കൾ ഹോസ്ദുർഗ് ബാറിലെ അഭിഭാഷകനെ ബന്ധപ്പെട്ടതായും അസാം സ്വദേശിയായ പ്രതിയുടെ ബന്ധുക്കൾ കാഞ്ഞങ്ങാട്ട് നേരിട്ടെത്തി അഭിഭാഷകനെ കണ്ടതായുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. കസ്റ്റഡി ലഭിച്ച പ്രതികളെ കേസുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം മാർച്ച് 15-ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.